ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്ന് വെച്ച് ഞാൻ എൻ്റെ കാർ കളക്ഷൻ കാണിക്കാൻ വിചാരിച്ചു. നമ്മൾ കാർ കളക്ഷൻ കുറച്ച് വണ്ടികളെ കുറച്ച് ആഡായിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ആണ് പിങ്ക് പാന്തർ എഡീഷൻ. അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല. പിങ്ക് പാന്തർ ഇന്നും കുഴപ്പമില്ല, സൈഡിലൊക്കെ ചെയ്തത് അത്രയും ശരിയായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ സൈഡിൽ നിന്നും പിന്നെ ഒന്നുമില്ല, വണ്ടി ഫുള്ള് അതുപോലെ ചെയ്തതാണ്. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റിൽ പറയണം. പിങ്ക് പാന്തർ ആ മോളിൽ സൈഡിൽ നിൽക്കണ ഞാൻ ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ഞാൻ മിക്കവാറുള്ളതും ചെയ്തിട്ടുണ്ട്. അതും കൂടെ ചെയ്യണം. ഇത് തന്നെ ഒരു 1.5 മണിക്കൂർ എടുത്ത് ചെയ്ത് തീരാതെ തന്നെ. അപ്പം അടുത്തത് നമ്മുടെ ലാഡേന്ന് കണ്ടല്ലേ, ഇത് ഏതോ ഒരു വണ്ടി, പ്രീമിയം പത്മിനി പോലത്തെ ഒരു വണ്ടിയാണ് കേസ്. കണ്ട, ഇത് ഞാൻ ഒരു മറ്റേ പൊടി പിടിച്ചെടുക്കണ സ്ക്രാപ്പിൽ കിടക്കുന്ന വണ്ടിയെല്ലാം ആക്കിയാണ്, വർക്ക് കഴിഞ്ഞില്ല. പിന്നെ ഇതിങ്ങനെ കാണിക്കണ്ടല്ലോ, ഇത് GTRൻ്റെ പണ്ടത്തെ ഗോഡ്സിലാണ് സ്കൈലൈനാണ്. ഇത് രണ്ടിലേതാണ്. ഇത് ലാഡയാണ്. ഗൈസ് ലാന ഇത് ഇത് കാണിക്കേണ്ട. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത നമ്മളെ ഗരുഡൻ. ഇത് നമ്മൾ ഓഫ് റോഡ് ടെസ്റ്റിങ്ങിനുണ്ടായിരുന്ന വണ്ടിയാണ്. പൊളി വെയിറ്റ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് ഈ സ്റ്റിക്കറൊക്കെ അടിച്ചപ്പോൾ. പിന്നെ ഞാൻ അടിച്ചാൽ പിന്നെ ഇഷ്ടപ്പെടാതിരിക്കും എനിക്ക്. പിന്നെ അടുത്ത നമ്മളൊരു മസ്താങ് മോഡലൊരു വണ്ടിയാണ്. ഇത് കാണിക്കേണ്ട ആവശ്യത്തിലൊക്കെ കണ്ട്. പിന്നെ ഇത് മറ്റേ വണ്ടി ഉണ്ടല്ലോ, ഏതാണ്, മറ്റൊരു മസിൽ കാറാണ്. ഇത് ഞാൻ ഇത് മസിൽ കാറാണ് ഗൈസ്, മസിൽ കാർ. ഞാൻ അതിലുള്ള എല്ലാ കിറ്റും കയറ്റി സെറ്റ് ചെയ്ത് വെച്ചാണ് വണ്ടിയാണ്. കണ്ട കേസ്, ഇത്രയും ചെയ്തിട്ടുള്ളൂ, വേറെ ചെയ്തിട്ടില്ല. സൈഡിൽ കുറച്ചുകൂടെ ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടു, ഒരാളെ ഇട്ടേക്കണം, അതിൽ കണ്ടാണ് ഇതുപോലെ ഫുള്ള് ചെയ്തിട്ടേക്കണ വണ്ടി. അതുപോലെ ഞാനിവിടെ ചെയ്യാൻ നോക്കിയതാണ്. കൊള്ളാം. പിന്നെ ഒരു കളറൊക്കെ കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അടുത്തത് നമ്മളെ ഷാജി പാപ്പൻ്റെ വണ്ടിയാണ്. കണ്ട കേസ്, എങ്ങനെയുണ്ട് ഷാജി പാപ്പൻ്റെ വണ്ടി? അടുത്ത് നമ്മളെ ബെൻസിൻ്റെ. കണ്ട, ഇതൊരു ടെറർ ലുക്കാക്കിയതാണ്. ഇങ്ങനെ പല്ലൊക്കെ വെച്ച് കണ്ണൊക്കെ സെറ്റാക്കി ഡബിൾ കയറിന്ന് അടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇതിന് എത്ര റേറ്റിംഗ് വരും? 10ന് എത്ര മാർക്ക് വരും കേസ്? 10ന് എത്ര വരും? അടുത്തത് നമ്മളെ BMW ആണ്. ഇത് BMW ചെയ്താണ് 2 സീരീസാ 5 സീരീസാണ് കണ്ടിരുന്നത് തന്നെ തോന്നുന്നു. ഇത് M2 M3 ഒന്നും അല്ല. പിന്നെ അടുത്തത് ഇത് മിസ്റ്റു ഷിരാന്ന് കാണിക്കണം. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചു. ഇത് കാണിച്ച് ഡൈനോ സ്പീഡൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇത് ഞാൻ എൻ്റെ ഒരു വാനായിട്ട് സെറ്റ് ചെയ്ത് കണ്ടത്. എൻ്റെ ലോഗോ അതിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വർക്ക് കഴിഞ്ഞില്ല, ഇനി കുറച്ച് ദിവസം എടുക്കും അതിൻ്റെ വർക്കൊക്കെ കഴിയും. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം. വാനിൻ്റെ വർക്ക് കഴിഞ്ഞുടനെ അതങ്ങ് ഇറക്കും ഗൈസ്. സെറ്റല്ലേ? അടുത്തത് നമ്മൾ ഷവർലെറ്റിൻ്റെ ഒരു പഴയ മോഡലൊരു വണ്ടിയാണ്. ഷവർലെറ്റിൻ്റെ കോർവെട്ട് അങ്ങനെ എന്തൊരു വണ്ടി ഉണ്ടല്ലോ, അതാണ് ഗൈസ്. ഇത് ഞാൻ വെറുതെ എടുത്തിട്ട്, ഇത് വർക്കൊക്കെ ഉണ്ട്, കുറച്ചൊന്ന് അലയൊക്കെ മാറ്റി സെറ്റാക്കണം. അടുത്ത സൂപ്പറാണ്. ഇത് ഞാൻ ചെയ്തല്ലേ, ഇതെൻ്റെ ഫ്രണ്ട്, ഞാൻ ഇത് ഫോൺ കളിക്കാൻ കൊടുത്തപ്പോൾ അവൻ കളർ മാറ്റി കിട്ടിയാണ്. അതും താഴത്തെ അലോയിലെ കളർ മാറ്റി. പക്ഷേ ഇത് അത്രയൊരു ഇതില്ലല്ലേ. നിങ്ങളെ കമൻറ്റ് പറ, എല്ലാം കമൻറ്റ് പറയണം. പിന്നെ ഇതാണ് നമ്മളെ ക്രിസ്മസിന് എടുത്ത വണ്ടി. ഇത് തന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അലോയൊക്കെ ഇട്ടപ്പോൾ വണ്ടി കുറച്ചും കൂടെ ഇതായി. ഇനി അടുത്തത് ഒരു ഔഡിയാണ്. ഇതൊക്കെ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും. ഇനി അടുത്തത് കണ്ട്, ഈ ഔഡി ഞാൻ ജസ്റ്റ് വെറുതെ ഞാൻ ചെയ്തതേ ഉള്ളൂ. കുറേ ചെയ്യണമെന്നുണ്ട്, ഇത് കുറച്ചുകൂടെ വർക്ക് ചെയ്തെടുക്കണം. അടുത്ത നമ്മളാ ഷിൻചാൻ. ഇതാരും ചെയ്യാതെ വെറൈറ്റിക്ക് ഞാൻ ചെയ്തിരുന്നു. എങ്ങനെയുണ്ട് പൊളിയല്ലേ? ആരും ഷിൻചാൻ വെച്ച് ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഷിൻചാൻ്റെ മോഡൽ ചെയ്യാതെ. അടുത്ത വിൻറ്റേജ് മോഡൽ. ഇത് എന്തിനാണ്, ഇത് ഗ്ലിച്ച് ആയതാണ്, അത് മാറിയില്ല. അടുത്തത് ഒരു BMW, ഇതൊക്കെ അറിയാമല്ലോ. അടുത്ത നമ്മളെ കേഡിലാക്ക്. ഇത് ഞാൻ റെഡ് കളറിലാക്കി. ഇനി മിക്കവാറും ഇതിൻ്റെ കളറൊക്കെ ഇനി മാറ്റും. എല്ലാവരുടെയും കളറ് മിക്കവാറും ഇനി മാറ്റേണ്ട ആവശ്യമുണ്ട്. ഇത് നമ്മളെ ഒരു BMWൻ്റെ ഏതായിരുന്നു, M2 ആണെന്ന് തോന്നുന്നത്, സംശയമാണ്. കമൻറ്റ് പറയണ ഏത് വണ്ടിയാണെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. പക്ഷേ ഈ കളറൊക്കെ ഇട്ട വണ്ടി അത്യാവശ്യം പൊളിയായി. അടുത്തതും BMW ഒരു വേഗൻ മോഡൽ, ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന. ഇത് പൊളിയല്ലേ? ഇത് അലോയ് ചേരണല്ലേ പറ. ഇത് നമ്മൾ ഏതാണ്, നമ്മൾ ടൊയോട്ടയുടെ വണ്ടിയാണ്. ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇത് വർക്ക് ചെയ്യുമ്പോൾ കിണ്ണം കാച്ച് വർക്കായിരിക്കും. അടുത്ത നമ്മളൊരു വോക്സ്വാഗൻ്റെ ഒരു വണ്ടിയാണ്. ഇതാർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് പറയണം, ഞാൻ തരാം. അടുത്ത ഗിവ് അവേ കൊടുക്കുമ്പോൾ ഈ വണ്ടിയും കൂടെ ഞാൻ തരാമെന്നാണ് വിചാരിച്ചേക്കണം. അപ്പോൾ എല്ലാവരും കമൻറ്റിലിട്ടോളൂ. ഇനി ഇത് നമ്മളൊരു BMW. ഇത് ഞാൻ ഒരു ക്ലീൻ വർക്കായിട്ട് ചെയ്തേക്കണം, വേറൊന്നും ഞാൻ ഇത് ചെയ്തിട്ടില്ല. കണ്ട, ഞാൻ ലോഗോ അടിച്ചിട്ടുണ്ട്, M3 അടിച്ചിട്ടുണ്ട്. M3 ആണെന്ന് തോന്നണം, അതാണ് ഞാൻ M3 അടിച്ചത്. പൊളിയല്ലേ? എങ്ങനെയുണ്ട് സാധനം? അടുത്തത് ഇത് ഏത് വണ്ടി എനിക്ക് കറക്റ്റാണ്, ടൊയോട്ടയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണം. ഇത് ഞാൻ ജസ്റ്റ് നമ്മളെ ഇതിൻ്റെ മോഡൽ ചെയ്തേക്കാണ്, നമ്മളെ സോംബി ബോയ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് പെട്ടെന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ റോഡ് ടു 500 സബ്സ്ക്രൈബറാണ്. അപ്പോൾ അത് ഈ വർഷം തീർന്നതിനും പഠിക്കാൻ നോക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഈ വണ്ടി എങ്ങനെയുണ്ട് ഗൈസ്? പൊളിയല്ലേ? പിന്നെ നമ്മളൊരു ബസ് റിവീലിംഗ് അല്ല, ബസ് മീറ്റപ്പ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ചേരാൻ വരണം എല്ലാവരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഗോഡ്സിലാണ് ഗൈസ്. പൊളിയല്ലേ? സൈഡിൽ GTR ഒക്കെ അടിച്ച് ബാക്കിൽ കുറച്ചുകൂടെ ചെയ്യണം. പിന്നെ ഇത് നമ്മളെ പോൾ വാക്കർ എഡീഷൻ.
നിസാൻ GTR സ്കൈലൈൻ. പൊളിയായിട്ടല്ലേ, എങ്ങനെ ഉണ്ടെന്ന് പറയണേ. കണ്ട ഫ്രണ്ടിൽ അതുപോലെയൊക്കെ നമ്മൾ സ്റ്റിക്കറൊക്കെ അടിച്ച് സെറ്റായി. ഇതിൻ്റെ വർക്ക് കഴിഞ്ഞില്ല, ഇതിന് കുറച്ചും കൂടി ഒരു വർക്കുണ്ട്. പിന്നെ ഇത് നിസാൻ്റെ ഒരു വണ്ടി, മറ്റേ നിസാൻ്റെ വണ്ടിയാണ് നേരത്തെ കാണിച്ച. ഇത് ഇത്രേ ഉള്ളൂ. ഇത് വർക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സെറ്റ് ചെയ്ത് പൊളിയൽ വണ്ടിയല്ലേ. പിന്നെ ഇത് നമ്മളാ മറ്റേ മസ്തയാണ് ഗൈസ്. മസ്തേര ഏതോ ഒരു സൂപ്പർ കാറാണ്, ഇതിൻ്റെ പേര് അറിഞ്ഞൂടാ. മസ്തേര ZX ആണ് തോന്നുന്നത്. ഇതും അതുപോലെ തന്നെ എൻ്റെ C20 ഉണ്ടായിരുന്നപ്പോൾ അതിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഇതേ കളറിലാണ് ഞാൻ ഇട്ടിരുന്നത്. പക്ഷേ അതിന് കുറച്ച് ഗ്രാഫിക്സ് ഉള്ള ക്രെഡിലായതിന്. ഞാൻ C20 കൂടെ തുടങ്ങാൻ പോകണം. അപ്പോൾ അതിന് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആർക്കൊക്കെ കൊണ്ടുവന്ന് കമൻറ്റ് ചെയ്യണം. ഇത് ഞാൻ ബെസ്റ്റ് ഫണ്ണായിട്ട് ചെയ്തതാണ് ഗൈസ്. ഇതൊരു യൂട്യൂബിലൊരു വണ്ടിയുണ്ട്, ഇതേ മോഡലാണ് തോന്നുന്നത്. അതുപോലെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയണേ. അടുത്തത് ഇത് വർക്ക് ചെയ്യണേ ഉള്ളൂ ഗൈസ്, വർക്ക് കഴിഞ്ഞില്ല. സൈഡ് എങ്ങനെയാണ് വർക്ക് കിളിലല്ലേ വണ്ടി കണ്ടോ. മുകളിൽ എന്തോ ഒരു ആനിമിൻ്റെ പടമാണ്, ആനി. അപ്പോൾ വർക്ക് ഇത്രേ ഉള്ളൂ. സെറ്റ് വർക്കല്ലേ ഗൈസ്. എങ്ങനെയുണ്ട്, പൊളിയല്ലേ. ഇതിന് എത്ര റേറ്റിംഗ് ആയിരുന്നു പറഞ്ഞേ. അടുത്തത് നമ്മളൊരു എന്തൊരു സുബാരു അല്ലേ എൻ്റെ കമ്പനി പേര്, അതാണ്. അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലൊക്കെ കണ്ട്. പിന്നെ ഇത് കിയയുടെ ഒരു മോഡൽ വണ്ടി. ഇത് നമ്മളെ BMW. ഇത് നമ്മളൊരു കൊല്ലത്തൊരു കൊല്ലം രജിസ്ട്രേഷൻ വണ്ടി ഇവിടെ ഉണ്ടല്ലോ, അതാണ്. പിന്നെ അടുത്ത് നമ്മളെ MVDയുടെ വണ്ടിയാണ് ഗൈസ്. എങ്ങനെയുണ്ട് പ്രശ്നമല്ലേ. ഇത് നമ്മളെ മറ്റേ യൂട്യൂബർമാർ രണ്ടുപേർ കൊണ്ടുവന്നുള്ളൊരു ഡോഡ്ജ് ചെമ്മു ആണ്. ചെമ്മു വേറെ എന്തെങ്കിലും ഒരു പേരും കൂടെ ഉള്ള രണ്ടുപേരും കൂടെ ബ്രദേഴ്സ് രണ്ടുപേരും കൂടെ കൊണ്ടുവന്ന വണ്ടിയാണ്. ഇതങ്ങനെ പൊളിയല്ലേ, സെറ്റല്ലേ. അടുത്തത് നമ്മളെ BMW ബെൻസ്. ഇതും ബെൻസാണ് ഗൈസ്. ഇതും പിന്നെ ഇത് ഞാൻ വെറുതെ ചെയ്തതാണ്. ഇത് എൻ്റെ ഇതല്ല, ഞാൻ ഇന്നലെ ലൈവിൽ ഒരാൾ കൊടുത്തായിരുന്നു എൻ്റെ ബെൻസ്. പിന്നെ ഇത് നമ്മളെ പൊക്കിമോ എഡിഷൻ പോളോ എന്ന് പറയാൻ പറ്റില്ല, ഗോൾഫ്. സെറ്റല്ലേ, എങ്ങനെ ഉണ്ട് ഇത് കിഴിലല്ലേ. അത് ഒരു ബ്രോ എന്ന് പറഞ്ഞ് യെല്ലോ കളർ റേറ്റാക്കാം, അതാണ് ഞാൻ ഹെഡ്ലൈറ്റ് യെല്ലോ ആക്കുക. പിന്നെ ഇതൊന്നും കാണിക്കണ്ട, ഇതൊക്കെ ഞാൻ ശരിയാ വെച്ചേക്കാണ്. പിന്നെ ഇത് 5 സീരീസ് അല്ല, X7. പിന്നെ ഇത് നമ്മളെ ഷവർലെറ്റ്. എങ്ങനെയുണ്ട്, പൊളിയല്ലേ, നല്ല ഡാർക്ക് ലുക്ക്. പിന്നെ ഇത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇത് പോർഷ. ഇത് ഞാൻ ചെയ്തൊരു വാനിൽ വർക്കാണ്. എങ്ങനെയുണ്ട്, സ്റ്റീവിൻ്റെ ചെയ്തത്. ഇത്തിരി കുറച്ച് സമയം എടുത്ത് ഡീറ്റെയിലിംഗ് ഒക്കെ കൊണ്ടുവരാൻ. പൊളി സാധനമല്ലേ. അടുത്ത നമ്മളെ റേഞ്ച് റോവർ. ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലെങ്കിലും ജസ്റ്റ് ഞാൻ മറ്റേ വണ്ടി എൻ്റെ ഇല്ലായിരുന്നപ്പോൾ അതുപോലെ ചെയ്തു. പിന്നെ ഇത് കണ്ടു, ഇത് നല്ല ഒറിജിനാലിറ്റി ഇല്ലേ, M3. ഞാൻ ഫുൾ ക്ലീൻ വർക്കായിട്ട് ചെയ്തിട്ടേക്കാണ്. നമ്മൾ പൊക്കോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ കളർ മാറ്റാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ മാറ്റിയില്ല. പിന്നെ ഇത് അത് കാണിക്കണോടെ, ഞാൻ മറന്നു. ഇങ്ങനെ കണ്ടേ, ഇത് കണ്ടേ, ഇതിന് ഫ്രണ്ടിൽ നമ്മൾ സ്ക്വിഡ് ഗെയിമിൻ്റെ ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞില്ല, കുറച്ചും കൂടെ സൈഡിൽ വരും. ഇത് മസ്താങ്ക് എല്ലാവരും മറ്റേ റാലി റേസ് മോഡലൊക്കെ അല്ലേ ചെയ്യണം. ഞാൻ ഒരു ക്ലീൻ വർക്കായിട്ട് ചെയ്തിട്ട് കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. പിന്നെ ഇത് കാണിക്കേണ്ടത് കഴിഞ്ഞായിട്ട് കാണിച്ച്. പിന്നെ ഇത് ഞാൻ ഒരു സീരീസ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. അതിപ്പോൾ ഉടനെ വരും ഗൈസ്. അതിനുവേണ്ടി എടുത്തിട്ടാണ് വണ്ടിയാണ്. പിന്നെ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ പറ, അത് ഞാൻ തരാം. കുറച്ച് വണ്ടിയിൽ ഞാൻ സെല്ല് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇത് ഇത് ഫെറാറി. പിന്നെ ഇത് കണ്ടോ, യാരിസ്. സെറ്റായില്ലേ, ഒരു ബ്രോ എന്ന് പറഞ്ഞാൽ യാരിസ്. ഇപ്പോഴാണ് മനസ്സിലായി പേര്. ടൊയോട്ടയുടെ വണ്ടിയാണ്. പൊളിയല്ലേ. ഇത് റേസിംഗ് കിറ്റിൻ്റെ ഇത് മോഡൽ ചെയ്യണ അലോയ് ജസ്റ്റ് മാറ്റണം. പിന്നെ അതിന് വർക്ക് ചെയ്യാണ്ട്. ഇത് നമ്മളൊരു പോർഷെ. പൊളിയല്ലേ, 3 വർഷം ഒത്ത് കിടക്കുകയാണ്. കണ്ട, ഇത് നമ്മളെ കഴിഞ്ഞ അപ്ഡേറ്റ് ചെയ്യുന്ന പോർഷൻ ഉണ്ടെന്ന്. ഇത് ഈ അപ്ഡേറ്റ് വന്നത് ഇത് ഞാൻ എടുത്തിട്ടേക്കണേ ഉള്ളൂ. ഞാൻ നാളെ ഇതിനെടുത്തില്ലേ ഗിവ് അവയ്ക്ക്, അതിൻ്റെ അടുത്താണ്. പിന്നെ ഇത് നമ്മളൊരു ട്രക്കുണ്ട്. പിന്നെ ഇത് നമ്മളെ ടീം ഗാലക്സിയുടെ ട്രക്കുണ്ടല്ലോ, മറ്റേല്ല ഈഗിളൊക്കെ വന്ന പരിപാടിയിൽ നിന്ന്. പിന്നെ ഇതെങ്ങനെ ഉണ്ടെന്ന് പറയണേ, സെറ്റ് സാധനമല്ലേ. എപ്പെക്സ് എന്ന പേരൊക്കെ എഴുതി ഫുള്ള് സെറ്റാക്കിയിട്ട് കാണുന്ന വണ്ടിയാണ്. അടുത്തത് നമ്മളൊരു ബസ്. ഞാൻ സിറ്റി ബസ് എന്ന് പറഞ്ഞിട്ടേക്കണേണ്. അതുപോലെയൊക്കെ ഉണ്ടെന്നാണ് തോന്നണം, നിങ്ങൾ പറയണം അതുപോലെയൊക്കെ തന്നെ ഉണ്ടാകുന്നു. ഇത് കണ്ട, ഇതാണ് നമ്മളെ മെക്സിക്കൻസ്. നമ്മൾ മറ്റേ സ്ട്രേഞ്ചർ പെയിൻ പറ്റും, ഭയങ്കര വലുതായിപ്പോയി. ഇതാകുമ്പോൾ പിന്നെയും കുഴപ്പമില്ല ഗേസ്. മോഡലൊക്കെ ആക്കി സെറ്റായി. സൈഡിലൊരു ഏലിയൻ്റെ പടമൊക്കെ വെച്ച്. പിന്നെ ബാക്കിൽ നമ്മൾ ഗ്രീക്കോ എന്ന് എഴുതിയിട്ട്, ഗ്രീക്കോ എന്തായാലും നമ്മൾ മാറ്റിയിട്ടില്ല. അടുത്ത കേരവാൻ. ഇതിന് ഞാൻ കളർ മാറ്റാൻ പോവുകയാണ്. ഇത് സെറ്റപ്പ് ആക്കാൻ പോവാണ്. പിന്നെ അടുത്ത എൻ്റെ റിക്കവറി വാൻ. എൻ്റെ ഫ്രണ്ടിൽ പിക്സൽ വേവ് എന്നൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇറങ്ങുമ്പോൾ സെറ്റായിരിക്കും. പിന്നെ ഇത് ഞാൻ ഒന്നും ചെയ്തില്ല. ഇതൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരൻ ചെയ്തതാണ്. അവൻ ചെയ്യാമെന്ന് പറഞ്ഞു, അങ്ങനെ അവൻ ചെയ്തതാണ്. ഇത് നമ്മൾ പഞ്ചാബി മോഡൽ ചെയ്ത് നോക്കിയാണ് ഗൈസ്. അത്യാവശ്യം കൊള്ളാൻ തോന്നണത്. സ്കോഡേര സെറ്റ് സാധനം തന്നെ. ഇങ്ങനെ ഉണ്ടെന്ന് പറയണേ ഇതൊക്കെ. പിന്നെ ഇത് നമ്മൾ ഔഡി. ഇതൊക്കെ ഓഫ് റോഡ് സ്പെക്ക് സെറ്റാക്കിയത് വണ്ടിയാണ്. നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചു. പിന്നെ ഈ BM അടുത്ത BM ആണ്. ഇത് നമ്മൾ ഔഡി. പിന്നെ ഇത് BM. ഇതെൻ്റെ അനിയനോടാണ്, അനിയൻ ചെയ്തതാണ്. പിന്നെ വേറെ ഒന്നുമില്ല, ഇതൊക്കെ വെറുതെ ചെയ്തതാണ് അവൻ.
അടുത്ത ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമേ ഇല്ല, ഇതൊക്കെ നിങ്ങൾ കാണിച്ച്. പിന്നെ ഇത് കളർ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്, പക്ഷേ ഈ സാധനം കിടിലല്ലേ. ഇതിൻ്റെ ഒരു സബ്സ്ക്രൈബർ മച്ചാൻ തന്നെയാണ്, സെക്ട്രോസ് എന്ന് പറഞ്ഞ ബ്രോ തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത ഇത് i7 സെറ്റല്ലേ. ഇത് ഞാൻ കഴിഞ്ഞ കളിയിൽ വർക്ക് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് നമ്മളാ ലൈവിൽ സെറ്റ് അതുപോലെ ഞാൻ ആക്കാൻ പോണ്. പിന്നെ ഇത് ഏതാണ് BMW M5 രണ്ടും ഒത്ത് കിടക്കുകയാണ്. പുതിയ മോഡൽ ഈ കളർ അടിച്ചിട്ടിരുന്നു, പിന്നെ മാറ്റിയതാണ്. ഇതേ സെയിം മോഡലിലാക്കിയിട്ടിരുന്നത്, പിന്നെ മാറ്റം ധരിച്ചു. ഇത് ഐഡൻറ്റിറ്റി കാറ്, അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഡോഡ്ജിൻ്റെ ഒരു വണ്ടിയുണ്ട്, ഡോഡ്ജിൻ്റെ മസിൽ കാർ ഹെൽക്കാറ്റ്. പിന്നെ നമുക്ക് ഡിഫൻഡർ ഉണ്ട് കണ്ടോ. ഡിഫൻഡർ ഞാൻ ഇപ്പം അങ്ങനെ എടുക്കാറില്ല, ഇനി മിക്കവാറും ഇറക്കേണ്ടി വരും. ഒരു ഓഫ് റോഡിങ്ങിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്, മീറ്റപ്പൊക്കെ. പിന്നെ ബ്രോങ്കോ ഉണ്ട്, ബ്രോങ്കോ കണ്ട ഗൈസ് ഫ്രണ്ട്. ബ്രോങ്കോ നല്ല എഴുതിയാണ്, ബ്രോണോടൊന്നും കണ്ടാൽ എഴുതിയാണ്. ഇനി അടുത്ത ഇത് ഞാൻ കുറച്ചുകൂടെ ചെയ്യാറുണ്ട്. ഇത് ഇങ്ങനെയൊന്നും അല്ല ചെയ്യാനുള്ളത്, ഇതിൻ്റെ വേറൊരു മോഡൽ ചെയ്യാറുണ്ട് വെച്ചാണ്. പിന്നെ ഫോർഡിൻ്റെ ഒരു റാമാണ്, ഇതിൽ കുറച്ചുകൂടെ ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഡോഡ്ജിൻ്റെ ഒരു വാനാണ്. പിന്നെ ഈ സാധനം നമ്മൾ ജീപ്പൊക്കെ എടുത്തുന്നില്ലേ, ഈ സാധനം നിങ്ങൾ കാണുന്ന സാധനം ഇതിൻ്റെ പവറാണ് നോക്കണം. ടയറിൻ്റെ സൈസൊക്കെ ഉണ്ട്, എൻ്റെ പവർ കാണിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്ന്, ഈ ഏത് കുന്നിനുണ്ടായാലും സ്മൂത്തായിട്ട് കയറിപ്പോയി ഈ സാധനം. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടില്ലായിരുന്നു, അതൊക്കെ ഇടാം. അപ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് ഇറക്കി, ഞാൻ ഇന്നലെ ഇറക്കിയാണ് ഗൈസ്. ഇന്നലെ എനിക്കൊരാൾ തന്നേന്, കിടുത്ത സാധനമല്ലേ. ഞാൻ ഇത് ഇറക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അപ്പോഴത്തേക്ക് കിട്ടി. കളറുള്ള അതേ കളർ മാറ്റണോ എനിക്കൂടെ പറയണേ. അലോയി ടെസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ അച്ഛൻ തന്നെയാണ്, ബൂമർ എന്ന് പേരല്ല, TMZ ബൂമർ എന്നങ്ങാണ്ട. പൊളി സാധനമല്ലേ, കിടിലല്ലേ, പൊളി. സൈഡിൽ പൊക്കിമോണൊക്കെ അടിച്ച കുഴപ്പമില്ല, പഠിച്ചു വരണമല്ലേ ഉള്ളൂ. ഇത് പിന്നെ ഹോണ്ടയുടെ റെഡിയാണ്, ഞാൻ പിന്നെ ഫെറാറിന്ന് ആക്കിയിട്ട് എനിക്കിതാണ് ഇഷ്ടം. പിന്നെ മറ്റേ GT5 കൊണ്ടല്ലോ, മറ്റേ ടെലിപ്പോർട്ട് ചെയ്യണ വണ്ടി, അതാണിത്. പാസ്റ്റിലോട്ട് പോകണം. പിന്നെ ഇത് ഞാൻ ചെയ്തില്ല, ഒക്കെ ഞാൻ എടുത്തിട്ടേക്കണേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ഗിവ് അവയ്ക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടാണ് വേണ്ടിയാണ് ചെയ്യാത്തത്. പിന്നെ ഇത് യൂട്യൂബിൽ ഒരാളെ ഉണ്ട് ഗൈസ്, എന്തരാണ് പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടണില്ല. അടുത്ത GTR, ഇതെനിക്കൊരു ഞാൻ ഇതിൽ വെറുതെ മൾട്ടിപ്ലെയർ കയറിയപ്പം ഒരാൾ സെല്ലിനിട്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. കണ്ടോ ഇപ്പുറത്തെ പെയിനും അപ്പുറത്തും പെയിൻ തന്നെ സെറ്റല്ലേ ഗൈസ്. വണ്ടി ഫുള്ള് GG വർക്കാണ്. പിന്നെ ഇത് എവിടെ ഒരു വണ്ടി ഉണ്ട് ഇതുപോലത്തെ, പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഈ കളർ അടിച്ച് ഇങ്ങനെ ഫ്രണ്ടും കൂടെ ചെയ്തിട്ടപ്പം കൊള്ളാം. പിന്നെ ഇതാണ് സെക്കൻഡ് കിങ്, കണ്ടോ എങ്ങനെയുണ്ട്, പൊളിയല്ലേ. ഈ കളർ എങ്ങനെയുണ്ടെന്ന് പറയണേ. പിന്നെ ഇത് അവിടെ ഇതിലും കുറച്ചുകൂടി ചെയ്യാറുണ്ട് എനിക്ക്. പിന്നെ ഇത് ആസ്ട്രോബാറ്റിൻ, ഇതിൻ്റെ ലോഗോ ഒക്കെ ഞാൻ അതുപോലെ അടിച്ചിട്ടുണ്ട്. പിന്നെ കളർ ജസ്റ്റ് ഒന്ന് മാറ്റി, അത് മാത്രമേ വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഒരു വർക്ക് ചെയ്യണം, ഫ്രണ്ടിൽ മിക്കവാറും ഒരു വർക്ക് വരും ഗൈസ് ഈ ബെൻസിൽ. അടുത്തത് ബെന്നി, ഇതൊക്കെ എൻ്റെ അനിയൻ ചെയ്തിരുന്നതാണ്. ഈ ബെല്ലിയൊക്കെ ഇതൊക്കെ ഇങ്ങനല്ല, ഇതൊന്നും ഞാൻ ഇങ്ങനല്ല ഇട്ടിരുന്നത്. പിന്നെ ഒരു ഇതുണ്ട്, ഈഗിളിൻ്റെ ഇതാണ് ചെയ്തിരുന്നത്, ഞാൻ മാറ്റി ഇതൊരാൾക്ക് കൊടുത്തിട്ട് പുതിയ എടുത്തതാണ്. പിന്നെ ഇത് G-Class, അങ്ങനെ പൊളിയില്ലേ, പൊളി. G-Class ആണോ G-Wagon ആണോ എനിക്കറിയാം, രണ്ടും തിരിഞ്ഞു എനിക്ക്. പിന്നെ മെക്ലാരനും ഇതൊക്കെ കാണിക്കണം, ഇതൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് കാണിച്ചു. പിന്നെ ഈ ഫെറാറി, ഇത് ആർക്കെങ്കിലും വേണോ? ഫെറാറി F1 F2 എന്നങ്ങാണ് ഇതിൻ്റെ പേര്. ഇത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം, അവരൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ ഇതും ഞാൻ സെല്ലിനിടാൻ പോവുകയാണ്, ബെൻസിൻ്റെ AMG. പിന്നെ ബുഗാട്ടി, അതൊക്കെ വെറുതെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ഒന്നും ചെയ്തില്ല, ഒക്കെ ഞാൻ വെറുതെ എടുത്തിട്ടേക്കണം. ഇതൊക്കെ ഞാൻ സെല്ല് ചെയ്യാൻ പോവാണ്, ഒരു ഗിവ് അവേ വയ്ക്കാൻ പോകുന്നത്. ഇത്രയും കോയിൻ്റെ വണ്ടികൾ കൊണ്ട് ഗിവ് അവേ, ഇതൊക്കെ ഞാൻ സെല്ല് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ഞാൻ മിക്കവാറും നല്ല കളറൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടേ കൊടുക്കും, പവറൊക്കെ കൂട്ടി. ഇതും ഞാൻ അങ്ങനെ കൊടുക്കും. ഇതൊക്കെ ഞാൻ ഗിവ് അവേ ചെയ്യാൻ പോകുന്നു, പഗാനിയൊക്കെ ചെയ്യാൻ പോകുന്നു ഗെയ്സ്. അപ്പോൾ എല്ലാവരും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇനി അടുത്തത് നമ്മളെ ഗിവ് അവേ ആണ്. ഇനി അടുത്ത പോർഷ്യയുടെ ഒരു വണ്ടിയാണ്, റേസിംഗ് കാർ പോർഷ്യയുടെ ഒരു ഇത് F1 പോലത്തെ ഒരു വണ്ടിയാണിത്. ഇതിലും വർക്ക് ചെയ്യാറുണ്ട്, പിന്നെ ഇതിലും വർക്ക് ചെയ്യാറുണ്ട്, കണ്ട. പിന്നെ ഇത് കണ്ട, പക്ഷേ ഇതിൽ മിക്കവാറും കിടിലും വർക്കായിരിക്കും ഗൈസ്. കാരണം നിങ്ങൾ വിചാരിക്കുമ്പോഴല്ല, ഇതിലും പക്കാ സെറ്റ് വർക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. പിന്നെ ഇത് റേഞ്ച് റോവറിൻ്റെ ഇവോ അല്ലേ തന്നെ തോന്നുന്നു, അതാണ് ഗൈസ്. നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ, നമ്മളെ ചെറിയൊരു കാർ കളക്ഷൻ കുറച്ചുകൂടെ ആഡായിട്ടുണ്ടേ ഉള്ളൂ. നമ്മൾ ക്യാഷ് നോക്കണ്ട, നമ്മൾ ക്യാഷൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു കാർ കളക്ഷനാണ്. അപ്പോൾ വേറെ വീഡിയോ കാണുന്നവരേക്ക് ബൈ. അപ്പോൾ ലൈവ് വരുന്നുണ്ട്, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ബൈ.